ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്, ഇനി ആരാവാനാണ് ആഗ്രഹം എന്ന് കണ്ടുപിടിക്കാൻ, അതായത് നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് വേറൊരാളുടെ സഹായം എനിക്ക് വേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫ് കഴിഞ്ഞു, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു മെൻറ്റർ എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ. ആദ്യം തന്നെ അതിന് ചെറിയൊരു എന്താ പറയുക, ഒരു എളുപ്പമാർക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ആ പേപ്പറിൽ നിങ്ങൾക്കൊരു പിക്ചർ വരയ്ക്കുക. അതെന്താണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ പിക്ചറാണ്. അതിൽ വേരുണ്ടായിരിക്കണം, തടി ഉണ്ടായിരിക്കണം, ശാഖകൾ ഉണ്ടായിരിക്കണം. ആ വേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വേരിൽ എഴുതാം. തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നതാണ് ആ തടിയിൽ എഴുതേണ്ടത്. അതുപോലെ ശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ആരായിത്തീരണം, എന്തായിത്തീരണം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാഖയിൽ ഞാൻ എഴുതിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു യൂട്യൂബർ ആകണം, ഒരു എന്താ പറയുക, കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂട്യൂബർ ആകണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഇത് എൻ്റെ ആഗ്രഹമാണ് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹമല്ല പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ഏകദേശം എന്താ പറയുക, കുട്ടികൾ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം എൻ്റെ ലൈഫിന് ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് എനിക്കൊരു റീതിങ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് മാത്രമുള്ളതാണ്. വീട്ടമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വീട് മുൻപോട്ട് നയിക്കുന്നത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ചേട്ടന്മാരായിരിക്കും, ചേച്ചിമാരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വീട്ടിൽ കുറച്ച് പ്രാരബ്ധങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് എന്താണ് കിട്ടുന്ന ജോലിക്ക് പോയിട്ട് അത് വെച്ച് അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ വെച്ച് അവരുടെ സ്വപ്നങ്ങൾക്കും അവരും ഫുൾ സ്റ്റോപ്പ് തന്നെയാണ് ഇരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ചിന്തിച്ച് നോക്കുക, നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എന്താവാനായിരുന്നു ആഗ്രഹിച്ചത്, ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്, എന്താണോ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.